രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഭർത്താവും പത്നിയും ഒരേപോലെ ഒരുമിച്ച് ധർമ്മം ആചരിക്കേണ്ടവരാണ്. ധർമാചരണത്തിൽ രണ്ടുപേരും തുല്യ പങ്കാളികളാണ്. പത്നിയുടെ ധർമ്മം ഭർത്താവിന് പവിത്രമാണ്, ഭർത്താവിൻ്റെ ധർമ്മം പത്നിക്കും പവിത്രമാണ്. അങ്ങനെ നീ ധർമ്മചാരിണിയായി തീരുക. സീതയോട് രാമൻ പറയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കാലം വൈകിക്കാൻ പാടില്ല. ആരഭസ്വ ശുഭശ്രോണി വനവാസക്ഷമാഗ്രിയാഹ. കാരണത്തിലേക്ക് പുറപ്പെടുമ്പോഴേക്കും അതിനു വേണ്ടിയിട്ടുള്ളതായ അനേകം കർമ്മങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പൂജാതി കർമ്മങ്ങൾ, ദാനാദി കർമ്മങ്ങൾ. സീതേ, വളരെ വേഗത്തിൽ നീ അതെല്ലാം ചെയ്യുക. അത് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാനനത്തിലേക്ക് പുറപ്പെടുക. ആ ദാനക്രിയാദികൾ ആരംഭിച്ചുകൊള്ളൂ എന്ന് സീതയോട് രാമൻ പറയാണ്. ബ്രാഹ്മണേഭ്യശ്ച രത്നാനി ഭിക്ഷുകേഭ്യശ്ച ഭോജനം. ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ, ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം വിലപ്പെട്ടതായ രത്നങ്ങൾ ദാനമായി നൽകണം. അതേപോലെ തന്നെ ആരൊക്കെയാണോ ഭക്ഷണം ചോദിച്ചു വരുന്നത് അവർക്കെല്ലാം അന്നം നൽകണം. ഭക്ഷണമേകിയിട്ട്, നല്ല ഭക്ഷണമേകിയിട്ട് അവരെല്ലാം സന്തോഷിപ്പിക്കണം, സംതൃപ്തരാക്കി തീർക്കണം. അതേപോലെ ദേഹിച്ച അശംസമാനേഭ്യ. അങ്ങനെ ആരൊക്കെയാണോ വിവിധങ്ങളായിട്ടുള്ള ആശീർവചനങ്ങൾ ചൊരിയുന്നത് അവർക്കും ഇഷ്ടം പോലെ സമ്പത്തും ഭക്ഷണവും അതേപോലെ വിലപിടിപ്പുള്ളതായ എല്ലാ വസ്തുക്കളും ദാനം ചെയ്യണം. ഭൂഷണാനി മഹാർഹാണി വരവസ്ത്രാണി യാനിച്ച. ആഭരണങ്ങൾ നൽകണം, ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന വസ്ത്രങ്ങൾ നൽകണം, എല്ലാം വളരെ വിലപിടിപ്പുള്ളത്. അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ ഈ കൊട്ടാരത്തില് നമ്മുടെ രണ്ടുപേരുടേതുമായിട്ട് വിലപിടിപ്പുള്ള പദാർത്ഥങ്ങളുണ്ടോ അവയെല്ലാം തന്നെ അല്ലയോ ദേവി ബ്രഹ്മജ്ഞാനികൾക്ക് നൽകണം, സന്യാസികൾക്ക് നൽകണം. അതേപോലെ ദേഹി സ്വഭൃത്യവർഗസ്യ, സ്വന്തം ഭൃത്യജനങ്ങൾക്കും നൽകണം. ഇഷ്ടം പോലെ പരിപൂർണമായിട്ടും അവരെ എല്ലാം സംതൃപ്തരാക്കി തീർക്കണം. അങ്ങനെ ഭൃത്യർക്കും യാതൊരു കുറവും കൂടാതെ വിലപിടിപ്പുള്ളതായ വസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും എല്ലാം നൽകിയിട്ട് എല്ലാവരെയും സംതൃപ്തരാക്കണം. എന്നിട്ട് വേണം കാനനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്പം പോലും അതിന് സമയം വൈകിക്കരുത് എന്ന് രാമൻ സീതയോട് പറഞ്ഞു. രാമനും സീതയും തമ്മിലുള്ളതായ ഈ സംഭാഷണം കേട്ടുകൊണ്ട് ഒരാൾ മാത്രം അവിടെയുണ്ട്. അതാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാമനോടൊപ്പം നിഴലുപോലെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേർന്ന ലക്ഷ്മണൻ. ഇതിനു മുഴുവൻ ലക്ഷ്മണൻ സാക്ഷിയാണ്. ഇങ്ങനെ സീതയോട് ദാനകർമ്മങ്ങൾ നിർവഹിക്കാൻ രാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോ സീതാദേവി അത് ആരംഭിച്ചു. ഉടനെ ലക്ഷ്മണൻ രാമനോട് പറയാണ്, യതിഗന്ധം കൃതാബുദ്ധിർ വനം മൃഗഗജായുധം അഹം ത്വാ അനുഗമിഷ്യാമി വനമഗ്രേ ധനുർധര. അല്ലയോ രാമ, അങ്ങ് കാട്ടിലേക്ക് പോകാനായിട്ട് പൂർണ്ണമായും ഉറച്ചു കഴിഞ്ഞു എങ്കിൽ അങ്ങ് ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക. ഞാനിതാ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങയെ കാനനത്തിൽ പിന്തുടരാനായിട്ട്, അങ്ങയെ അനുഗമിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. മയാ സമേതോ അരണ്യാനി രമ്യാണി വിചരിഷ്യസി. അങ്ങ് മനോഹരങ്ങളായിരിക്കുന്ന കാടുകളിൽ കൂടി സഞ്ചരിക്കുന്നത്
എന്നോടൊപ്പമായിരിക്കും, അങ്ങയോടൊപ്പം ഞാനുണ്ടാവും. എങ്ങനെയുള്ള കാടുകൾ? പക്ഷിഭിർ മൃഗയൂഥയിശ്ച സങ്കുഷ്ടാനി സമന്തത. എമ്പാടും പക്ഷികളെ കൊണ്ട് നിറഞ്ഞ, പല പ്രകാരത്തിലുള്ളതായ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ, ഹിംസ്രമൃഗങ്ങളും സാധുമൃഗങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ വിവിധ പ്രകാരത്തിലുള്ളതായ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ ആ മനോഹരമായിരിക്കുന്ന കാടുകളിലേക്ക് അല്ലയോ രാമ ഞാനും അങ്ങയോടൊപ്പം വരുന്നു. ന ദേവലോകാക്രമണം ന അമരത്വമഹം വൃണേ. എനിക്ക് ദേവലോകം വേണ്ട, ഞാനത് വരിക്കുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. എനിക്ക് അമരത്വവും വേണ്ട, അമരത്വം തരാമെന്ന് ഭഗവാൻ പറഞ്ഞാൽ പോലും എനിക്ക് അതും വേണ്ട. എന്ന് മാത്രമല്ല, ഐശ്വര്യഞ്ചാപി ലോകാനാം കാമയേ നത്വയാവിന. ഈ ലോകങ്ങളിൽ എല്ലാമുള്ള സമ്പൂർണമായ ഐശ്വര്യവും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അല്ലയോ രാമ ത്വയാവിന, നിന്നെ കൂടാതെ കണ്ട് എനിക്ക് ഇതൊന്നും തന്നെ വേണ്ട. എനിക്ക് വിലപിടിപ്പുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലയോ രാമ, അല്ലയോ ജ്യേഷ്ഠ, അത് അങ്ങ് തന്നെയാണ്. അങ്ങയെ കൂടാതെ യാതൊന്നും തന്നെ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അല്ലയോ രാമ, ഞാൻ അങ്ങയോടൊപ്പം ഇതാ കാനനത്തിലേക്ക് വരുന്നു. അങ്ങ് അംഗീകരിച്ചാലും. ആ അവസരത്തില് രാമൻ ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നീ കാനനത്തിലേക്ക് വരരുത്, നീ ഈ കൊട്ടാരത്തിൽ തന്നെ വസിക്കണം. അപ്പൊ അതിന് കാരണങ്ങൾ പറയണമല്ലോ. രാമൻ കാരണങ്ങൾ പറയുന്നുണ്ട്. തതോബ്രവീൻ മഹാതേജ രാമോ ലക്ഷ്മണമഗ്രത. മഹാതേജസ്വിയായിരിക്കുന്ന രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണ, നിനക്ക് വളരെയേറെ കർത്തവ്യങ്ങൾ ഇവിടെ ഈ കൊട്ടാരത്തിൽ ചെയ്യാനുണ്ട്. ആ കർത്തവ്യങ്ങൾ വിട്ടിട്ട് നീ എന്നോടൊപ്പം കാട്ടിലേക്ക് വരുന്നത് ഒരിക്കലും ഭംഗിയാവില്ല. അതുകൊണ്ട് നീ ഇവിടെ തന്നെ വസിക്കണം. എന്താ പ്രധാനപ്പെട്ടതായ കർത്തവ്യങ്ങൾ? മയാദ്യ സഹസൗമിത്രേ ത്വയി ഗച്ഛതി തദ്വനം കോ ഭജിഷ്യതി കൗസല്യാം സുമിത്രാം വാ യശസ്വിനീം. ഹലോ ലക്ഷ്മണ, ഞാൻ കാനനത്തിലേക്ക് പോകുമ്പോ എന്നോടൊപ്പം നീയും കാനനത്തിലേക്ക് വരുമ്പോ എന്റെ അമ്മ കൗസല്യ ഇവിടെ ഏകാകിനിയായി പോകും. അതേപോലെ തന്നെ നിന്റെ അമ്മ സുമിത്ര ഇവിടെ ഏകാകിനിയായി പോകും. കൗസല്യയെയും സുമിത്രയെയും ആരായിരിക്കും നോക്കുക? പിന്നെ അവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാൻ, എന്നെ പിരിഞ്ഞതിൽ അവർക്കുള്ളതായ ദുഃഖത്തെ കുറയ്ക്കാൻ. അല്ലയോ ലക്ഷ്മണ, പിന്നെ ആരുണ്ട് ഇവിടെ? അതുകൊണ്ട് നീ എന്നോടൊപ്പം കാട്ടിലേക്ക് വരാൻ പാടില്ല, നീ ഇവിടെ ഉണ്ടാകണം. നീ കൊട്ടാരത്തിൽ വസിച്ച് കൗസല്യയെയും സുമിത്രയെയും ഭംഗിയായിട്ട് രക്ഷിക്കണം. എന്നെ പിരിഞ്ഞതിലുള്ളതായ അവരുടെ മനസ്സിലെ ഖേദത്തെ നീ ദൂരീകരിക്കണം. നീ എങ്ങനെയാ അതൊക്കെ ചെയ്യേണ്ടത്? താമാരിയാം സ്വയമേവേഹ രാജ അനുഗ്രഹണേനവ. ഒന്നുകിൽ നീ നിന്റെ സ്വന്തം സാമർഥ്യം കൊണ്ട് അവരെ രണ്ടുപേരെയും അവർ ദുഃഖം തീണ്ടാതെ ഭംഗിയായിട്ട് നീ സന്തോഷിപ്പിച്ച് അവരെ സംരക്ഷിക്കണം. അതല്ലെങ്കിൽ മഹാരാജാവായ ദശരഥന്റെ അനുഗ്രഹത്താൽ നീ കൗസല്യയെയും സുമിത്രയെയും അവർ ദുഃഖിക്കാതെ നീ അവരെ സംരക്ഷിക്കണം. അല്ലയോ ലക്ഷ്മണ, അവരെ രക്ഷിക്കാൻ നിന്നെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ചുമതല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ കാനനത്തിലേക്ക് വരരുത് എന്ന് പറയുമ്പോ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അല്ലയോ രാമ, കൗസല്യെ നോക്കാൻ, സുമിത്രയെ നോക്കാൻ ഇവിടെ ആളുണ്ട്. ആരാത്? ഇതാ ലക്ഷ്മണൻ പറഞ്ഞു കേൾപ്പിക്കാണ്. തവൈവ തേജസാവീര ഭരത പൂജയിഷ്യതി. അങ്ങയുടെ തന്നെ ആ തേജസ്സിനാൽ, അങ്ങയോടുള്ളതായ ഭരതന്റെ ഭക്തിയാൽ, അങ്ങയുടെ ആ തേജസ് കൊണ്ട് ഭരതൻ അങ്ങേയറ്റം അങ്ങയിൽ ഭക്തിമാനാണ്. ആ ഭരതൻ അങ്ങയുടെ കേകയത്തിൽ നിന്നിവിടെ വരും. ആ അനുജൻ കൗസല്യ മാതാവിനെയും സുമിത്രാ മാതാവിനെയും, കൗസല്യാം ച സുമിത്രാം ച,
കൗസല്യയെയും സുമിത്രയെയും പരിപൂർണമായിട്ടും സംരക്ഷിക്കും. വളരെ പണിപ്പെട്ട് വളരെയേറെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടി സമയം മുഴുവൻ ചെലവഴിച്ച് ഭരതൻ സംരക്ഷിക്കും അവർ രണ്ടുപേരെയും. നാസ്തി സംശയ ഇക്കാര്യത്തില്. അല്ലയോ രാമ, എനിക്ക് യാതൊരു സംശയവുമില്ല. നോക്കണം ആ സഹോദരന്മാർ തമ്മിലുള്ളതായ ആ സ്നേഹത്തിന്റെ ഹൃദയം അടുപ്പത്തിന്റെ ദാർഢ്യം. ഇതാണ് രാമകുടുംബം. ഈ പ്രകാരത്തിലുള്ളതായ സ്നേഹബന്ധം എവിടെയാണോ ഉള്ളത് അവിടെ കലഹമില്ല, അവിടെ വാത്സല്യമില്ല, അവിടെ യുദ്ധങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്ലേശങ്ങളുമില്ല, ദുരന്തങ്ങളുമില്ല, ദുരിതങ്ങളുമില്ല, അവിടെ പതനവുമില്ല. അവിടെ ഐശ്വര്യം മാത്രം, സുഖം മാത്രം, ശ്രേയസ് മാത്രം. ജീവിതത്തെ സുഖമയമാക്കി തീർക്കുന്നത് ഈ പ്രകാരത്തിലുള്ള പരസ്പര സ്നേഹമാണ്. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ എപ്പോഴും കാട്ടിത്തരുന്ന ഉദാഹരണം ഇതാണ്. രാമ കുടുംബം, അതാണ് ഭാരതീയരുടെ കുടുംബത്തിന്റെ ആദർശം. അതുകൊണ്ട് അല്ലയോ രാമ, ലക്ഷ്മണൻ രാമനോട് പറയാണ്, കുരുഷ്വ മാം അനുചരം വൈധർമ്മ്യം നേഹവിദ്യതേ. എന്നെ അല്ലയോ രാമ, അങ്ങയുടെ അനുചരനാക്കി തീർക്കുക. അങ്ങയുടെ പിന്നാലെ സഞ്ചരിക്കുന്നവൻ, അങ്ങയോടൊപ്പം സഞ്ചരിക്കുന്നവൻ, അങ്ങയെ സേവിക്കുന്നവൻ, അങ്ങയുടെ കിങ്കരൻ, അതാക്കി തീർക്കുക എന്നെ. ഞാൻ ആ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നു, അങ്ങയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനങ്ങ് എന്നെ അനുവദിച്ചാലും. വൈധർമ്മ്യം നേഹവിദ്യത, ഇതില് യാതൊരു ദോഷവുമില്ല, ഇതിൽ യാതൊരു കുറ്റമോ കുറവോ യാതൊന്നും തന്നെയില്ല, വിപത്തോ യാതൊന്നുമില്ല. കൃതാർത്ഥോഹം ഭവിഷ്യാമി തവജാർത്ഥ പ്രകല്പ്യതേ. അല്ലയോ രാമ, അങ്ങയെ സേവിക്കാനുള്ള അവസരം അങ്ങ് തന്നെ അനുഗ്രഹിച്ച് എനിക്ക് തരികയാണെങ്കിൽ ഞാന് അങ്ങേറ്റം കൃതാർത്ഥനായിത്തീരും, എന്റെ ജീവിതം ധന്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അനുഭവിക്കും, അഭിമാനിക്കും ഞാൻ. എന്ന് മാത്രമല്ല, ഞാൻ അങ്ങയുടെ കൂടെയുള്ളപ്പോ അങ്ങയുടെ കാര്യങ്ങളും എന്റെ സേവനത്താൽ നടക്കും. അങ്ങയ്ക്കും കാരണ ജീവിതം തെല്ലും ദുഃഖകരമായി തീരില്ല, തെല്ലും വിപൽക്കരമായി തീരുകയുമില്ല. ഞാൻ കുലച്ച വില്ലുമായിട്ടെപ്പോഴും അങ്ങയുടെ സമീപത്ത് അങ്ങയെയും ദേവിയെയും രക്ഷിക്കാനായിട്ട് കൂടെ ഉണ്ടാകും. വന്യാനിച്ച അഗ്രതസ്തേ ഗമിഷ്യാമി പന്ഥാനം തവദർശയൻ. താൻ എന്താ ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത് എന്ന് ലക്ഷ്മണൻ രാമനോട് പറയാണ്. അല്ലയോ രാമ, ഞാൻ മുന്നാലെ നടക്കും. എന്തു ചെയ്തുകൊണ്ട്? അങ്ങ് വരേണ്ടതായ മാർഗം കാട്ടിക്കൊണ്ട്. അഗ്രതസ്തേ ഗമിഷ്യാമി, മുന്നാലെ ഞാൻ നടക്കും. പന്ഥാനന്ദവദർശയൻ, അങ്ങയുടെ മാർഗം കാട്ടിക്കൊടുത്തുകൊണ്ട്. എങ്ങനെ?